ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ നിർമ്മിക്കാൻ പോകുന്നത് പഴയ ഗ്രീക്ക് സോൾജേഴ്സ് ഉപയോഗിച്ചിരുന്ന തരം ഒരു ഹെൽമെറ്റിൻ്റെ മോഡലാണ്. ഇത് നിർമ്മിക്കുന്നതിന് വേണ്ട സാധനങ്ങൾ: ബലൂൺ, ന്യൂസ് പേപ്പർ, കാർഡ്ബോർഡ്, ഗ്ലൂ, വൈറ്റ് സിമെൻറ്റ്, ക്ലേ, അക്രിലിക് ആൻഡ് മെറ്റാലിക് കളേഴ്സ്, വാർണിഷ് എന്നിവയാണ്. ഗ്ലൂ, വെള്ളം എന്നിവ തുല്യ അളവിൽ മിക്സ് ചെയ്ത് അവയിൽ ന്യൂസ് പേപ്പർ പീസുകൾ മുക്കി ബലൂണിന് പുറംഭാഗം മുഴുവനും ഒട്ടിച്ചെടുക്കുക. ഞാനിവിടെ ഫെവിക്കോളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതുതരം ഗ്ലൂവും ഉപയോഗിക്കാം. ഈ പേപ്പറിൻ്റെ 3-4 ലെയറെങ്കിലും ബലൂണിന് മുകളിൽ ഒട്ടിച്ചിരിക്കണം, എന്നാലേ ഇതിന് നല്ല സ്ട്രെങ്ത് ലഭിക്കുകയുള്ളൂ. ഇതാണ് നമ്മുടെ ഹെൽമെറ്റിൻ്റെ പ്രധാന ഭാഗം എന്ന് തന്നെ പറയാം. ഏകദേശം 1 ദിവസത്തോളം എടുക്കും ഇതൊന്ന് ഉണങ്ങി കിട്ടാൻ. അതിനുശേഷം അകത്തെ ബലൂൺ നമ്മൾ പൊട്ടിച്ച് കളയുക. അപ്പോൾ ഈ പേപ്പറിൽ നിന്നും അത് ഇളകി പോരുന്നതായിരിക്കും. ശേഷം ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തുകൂടി ഇതിനെ 2ആയി മുറിച്ചെടുക്കണം. ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അധികം കട്ടിയില്ലാത്ത ഒരു കാർഡ്ബോർഡിനകത്ത് ഈ ഹെൽമെറ്റിൻ്റെ മുൻഭാഗം നമ്മൾ വരച്ച് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ പുറകുവശത്തേക്കും ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഹെൽമെറ്റിൻ്റെ മുകൾ ഭാഗത്ത് വരുന്നതിനായി ഒരു പീസ് കട്ടി കാർഡ്ബോർഡിൽ വെട്ടിയെടുക്കേണ്ടതാണ്. അതിനുശേഷം ഇവയെല്ലാം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ യഥാസ്ഥാനത്ത് ഒട്ടിച്ചെടുക്കുക. ഞാനിവിടെ ഫെവി ബോണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ആയതിനാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഒട്ടിച്ചേരുന്നതായിരിക്കും. ഇത് ഉണങ്ങിയതിന് ശേഷം ഈ ഹെൽമെറ്റിൻ്റെ മുഴുവൻ ഭാഗവും മൂടുന്ന രീതിയിൽ ന്യൂസ് പേപ്പർ പീസുകൾ നന്നായി ഒട്ടിച്ചെടുക്കേണ്ടതാണ്. നാലഞ്ച് മണിക്കൂർ കൊണ്ട് ഇത് ഉണങ്ങുന്നതായിരിക്കും. വൈറ്റ് സിമെൻറ്റിൽ ഗ്ലൂവും വെള്ളവും മിക്സ് ചെയ്തെടുക്കുന്നു. ഏകദേശം വൈറ്റ് സിമെൻറ്റിൻ്റെ
മൂന്നിലൊന്ന് ഭാഗം ഗ്ലൂ എടുത്തിട്ടുണ്ട്. പിന്നീട് ഇതൊരു കുഴമ്പ് പരുവത്തിലാകുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ മിശ്രിതം നമ്മളുടെ ഹെൽമെറ്റിൽ പൂർണ്ണമായും തേച്ച് പിടിപ്പിക്കേണ്ടതാണ്. ഒരു തവണ ഇത് ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ടും കൂടെ അടിച്ചാൽ ഇതിന് നല്ല ഫിനിഷിങ് കിട്ടുന്നതായിരിക്കും. നന്നായി ഉണങ്ങിയതിന് ശേഷം ഒരു സാൻഡ് പേപ്പർ ഇട്ട് പിടിച്ച് എല്ലാ ഭാഗവും മിനുസപ്പെടുത്തിയെടുക്കണം. ഞാനിവിടെ എയർ ഡ്രൈ ക്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഹെൽമെറ്റിൻ്റെ മുകൾ ഭാഗത്തും മുൻഭാഗത്തും കുറച്ച് ഡിസൈൻ വർക്കുകൾ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. കുപ്പിയുടെ അടപ്പിൻ്റെ ഉൾഭാഗത്തായിരിക്കുന്ന ഒരു പീസാണിത്. രണ്ട് വശത്തുമായി ഒട്ടിച്ചു കൊടുക്കുന്നു. അതുപോലെ ഒരു പീസ് എടുത്ത് ഡയഗണൽ ഷേപ്പിൽ മുറിച്ച് മുൻഭാഗത്തും ഒട്ടിച്ചു കൊടുക്കുന്നു. ബ്ലാക്ക് അക്രിലിക് പെയിൻ്റാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഹെൽമെറ്റിൻ്റെ ഉൾഭാഗം ഉൾപ്പെടെ അടിച്ചു കൊടുക്കേണ്ടതാണ്. ഇത് ഉണങ്ങിയതിന് ശേഷം മെറ്റാലിക് ഗോൾഡ് കളർ ഒരു സ്പോഞ്ചിൽ മുക്കി ഇതിൽ അടിച്ചു കൊടുക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിനൊരു ആൻറ്റിക് ലുക്ക് ലഭിക്കും. പെയിൻ്റ് എല്ലാം നന്നായി ഉണങ്ങിയതിന് ശേഷം ഇതിൽ മുഴുവൻ വാർണിഷ് അടിച്ചു കൊടുക്കുന്നു. ഇത് ഹെൽമെറ്റിന് ഒരു തിളക്കം കിട്ടാനും ഈർപ്പം തട്ടി കേടുവരാതിരിക്കുന്നതിനും സഹായിക്കുന്നു. അങ്ങനെ നമ്മുടെ ഹെൽമെറ്റിൻ്റെ വർക്ക് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക.